ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമുക്കൊരു ഓർഗനൈസേഴ്സ് അല്ലല്ലോ, ഒരെണ്ണല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഓർഗനൈസർ നോക്കിയാലോ. എൻ്റെ ടേബിളിൽ സത്യം പറഞ്ഞാൽ ടേബിൾ വെറുതെ കിടക്കുകയാണ്. എന്തൊക്കെ വെക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടെ വെച്ച് കുളമാക്കണോ, അങ്ങനത്തെ ചിന്തകളൊക്കെ ഒരുപാടുണ്ട്. അപ്പം കുറേ നാളായിട്ട് എനിക്ക് കിട്ടിയ ഒരു പെട്ടിയാണ്. ഇതുകൊണ്ട് പല കാര്യങ്ങളുണ്ടാക്കാമെന്നൊക്കെ ആദ്യമൊക്കെ തോന്നിയെങ്കിലും അവസാനം അതൊരു ചെറിയൊരു ഷെൽഫ് പോലെ ആക്കാമെന്നാണ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം കൊള്ളാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയണം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ആ പെട്ടിയുടെ 4 സൈഡിലുള്ള ആ ഓപ്പണിങ്സ് കവറുകളും എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു A4 ഷീറ്റ് വെച്ചിട്ട് ചുറ്റിനും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യുക, അതേപോലെ തന്നെ ഗിഫ്റ്റ് പേപ്പറോ റാപ്പിംഗ് പേപ്പറോ എന്തുണ്ട് വേണമെങ്കിലും അത് വെച്ചിട്ടൊക്കെ നമുക്കിത് ചെയ്ത് മാറ്റാം. എന്തായാലും ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഭംഗി കൂട്ടുക. അങ്ങനെ അകവും പുറവും എല്ലാം നമ്മൾ നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കമ്പാർട്ട്മെൻറ്റ്സ് തിരിക്കാം. അപ്പോൾ അതിൻ്റെ അതിൻ്റെ അടപ്പ്, അതായത് ക്ലോസ് ചെയ്യുന്ന ആ ഒരു ഭാഗമാണത്. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയത് 2 സ്പ്ലിറ്റ് ആക്കിയിട്ട് ഒടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അത് കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഗ്രിഡ് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വാഷി ടേപ്പ് കൂടെ ഒട്ടിച്ച് കൊടുത്ത് നമ്മുടെ കുട്ടി ഷെൽഫ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അടിവശത്ത് ഞാൻ പേപ്പർ ഒട്ടിച്ചിട്ടില്ല കേട്ടോ, അത് അടിയിലായതുകൊണ്ട് വെറുതെ എന്തിനാ എന്നോർത്തുകൊണ്ട് ഒട്ടിച്ചു കൊടുത്തില്ല. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ വെച്ചപ്പോഴേക്കും നമ്മുടെ കുഞ്ഞ് ഓർഗനൈസർ അല്ലെങ്കിൽ കുഞ്ഞ് ഷെൽഫ് റെഡി ആയിട്ടുണ്ട്. ആദ്യം എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു പ്ലാൻ അല്ലായിരുന്നു, ഒരു ഡോറൊക്കെ വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷേ ഫൈനലി ഇങ്ങനെയാണ്. ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയുക.